കരൾ രോഗങ്ങൾ നേരത്തെ അറിയാൻ പ്രയാസമാണ്, എങ്കിലും ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാൽ ചികിത്സ എളുപ്പമാകും. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഫാറ്റി ലിവർ, ലിവർ സിറോസിസ് തുടങ്ങിയ രോഗങ്ങൾ കരളിൻ്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്നു. മുതിർന്ന പൗരന്മാരിൽ ഒട്ടേറെ പേർക്ക് കരൾ രോഗം കൊണ്ടുള്ള വിഷമതകൾ കണ്ടുവരുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാനും ശരീരത്തിനുണ്ടാകുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും ശരീരത്തിലെ രക്തയോട്ടം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന കരൾ ശരീരത്തിലെ അവിഭാജ്യ ഘടകമാണ്. എന്നാൽ കരൾ രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കരളിന് രോഗം ബാധിക്കുമ്പോൾ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശരീരത്തിന് നല്ല ക്ഷീണം തോന്നുക, വിശപ്പില്ലായ്മ ഉണ്ടാവുക, രക്തം ഛർദ്ദിക്കുക, ബാത്റൂമിൽ പോകുമ്പോൾ രക്തം പോവുക, മിക്കപ്പോഴും ഛർദ്ദിക്കാൻ തോന്നുക, വയർ വലുതാവുക. കരൾ വലുതാകുമ്പോഴാണ് ഇത് സംഭവിക്കുക. ചിലപ്പോഴൊക്കെ മലബന്ധം ഉണ്ടാവുക, ചില ഘട്ടത്തിൽ അതിസാരം, മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ എന്നിവ രണ്ടാം ഘട്ടത്തിലും കണ്ടു തുടങ്ങുന്നു. നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹം കരളിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാം. അമിത മദ്യപാനികളിൽ കൂടുതലായി കണ്ടുവരുന്നത് ലിവർ സിറോസിസ് എന്നൊരു അസുഖമാണ്. എന്നാൽ മദ്യപിക്കാത്തവരിലും ലിവർ സിറോസിസ് കണ്ടുവരുന്നു. കരൾ ക്രമേണ വലുതായി വരികയും ഒടുവിൽ പ്രവർത്തനരഹിതമാവുകയും ചെയ്യുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തതാണ് കരൾ രോഗം ചികിത്സിച്ചു മാറ്റാൻ പ്രയാസമുണ്ടാക്കുന്നത്. കരളിലെ പിത്തസഞ്ചിയിൽ കല്ല് രൂപപ്പെടുകയും അണുബാധ ഉണ്ടാവുകയും പിത്തനാളിൽ തടസ്സമുണ്ടാവുകയും ചെയ്യുന്നത് കരൾ രോഗം വഷളാക്കാൻ ഇടയാകുന്നു. ഇനി പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ എടുക്കുക, അമിത മദ്യപാനം ഉണ്ടെങ്കിൽ ഒഴിവാക്കുക, രക്തപരിശോധനകൾ കൃത്യമായ ഇടവേളകളിൽ നടത്തി രോഗസാധ്യത എത്രയും വേഗം കണ്ടെത്തുക, രോഗം തിരിച്ചറിഞ്ഞാൽ ഉടനെ തന്നെ ചികിത്സ തേടുക. കൂടാതെ വ്യായാമം ചെയ്യുക. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുന്നതുവഴി ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ടോക്സിൻസ് പുറന്തള്ളാൻ സഹായിക്കുന്നു. ദിവസവും 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുക. ഭക്ഷണത്തിൽ ധാരാളം പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തുക. ആവശ്യമില്ലാതെ വേദന സംഹാരികളുടെയും മറ്റു ഗുളികകളുടെയും ഉപയോഗം കുറയ്ക്കുക. ആവശ്യമെങ്കിൽ മാത്രം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഗുളികകൾ കഴിക്കുക. അമിതവണ്ണം കുറയ്ക്കുക. കരൾ രോഗമുള്ളപ്പോൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ. അമിതമായി ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. റെഡ് മീറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അമിതമായി ഫ്രൈഡ് ഫുഡ്സുകൾ കഴിക്കാതിരിക്കുക. ഷെൽഫിഷ്, സീ ഫുഡ്സ് എന്നിവ കഴിവതും ഒഴിവാക്കുക. ഇനി ഭക്ഷണത്തിൽ പ്രത്യേകം ഉൾപ്പെടുത്തേണ്ടവ എന്തെല്ലാമാണെന്ന് നോക്കാം. ഹെൽത്തി ഫാറ്റ്സ് അഥവാ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, നട്ട്സുകൾ, ഒലിവ് ഓയിൽ ആൻഡ് ബെറീസ് എന്നിവ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം.